friends, welcome back to amiZ Cook and Craft. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ബേക്കറി സ്റ്റൈൽ എഗ് പപ്സ് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് മിസ്സാവത്തില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഡോ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മൈദയാണ് യൂസ് ചെയ്യുന്നത്. 3 കപ്പ് മൈദ നമ്മൾ എടുത്തിട്ടുണ്ട്. ചെറിയ കപ്പിലാണ് അളന്നിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ളം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. നമ്മുടെ മാവിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വേണം കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ മാവിന് ഇതേപോലെ നീളത്തിലാക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. കത്തി യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളൊരു പ്ലേറ്റ് എടുക്കുക. അതിൽ ഇതേപോലെ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പ്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓരോ ബോൾസും ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം പ്ലേറ്റിൽ വെച്ച് കൊടുക്കുക. അത് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ബോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് മൂടി വയ്ക്കുക. ഒരു 1.5 മണിക്കൂർ നമ്മൾ ഇതേപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും. ഇനി നമ്മളതൊരു കുറച്ച് നേരം അടച്ച് വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മളുടെ മസാല ഇവിടെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യുക. എന്നിട്ടൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് പുതിനയിലയും മല്ലിയിലയും ചെറുതാക്കി അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കി പരിപാടി എന്താ നോക്കാം. അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. നന്നായിട്ട് പരത്തി കൊടുക്കുക. നമ്മൾ പപ്സ് ആകുമ്പോൾ നല്ല ലെയറായിട്ട് കിട്ടണം. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ വലുതാക്കി പരത്തി കൊടുത്തതിന് ശേഷം 4 സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് പരത്തി കൊടുക്കണം. അപ്പോൾ നമുക്ക് 4 മൂലയായിട്ട് കിട്ടും. ഇനി ആ 4 മൂലയും ഇതേപോലെ സെൻറ്ററിലേക്ക് മടക്കി കൊടുക്കുക. നമുക്ക് പപ്സ് ആകുമ്പോൾ കുറേ ലെയേഴ്സ് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ബാക്കിയുള്ളതും കൂടിയിട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ നല്ല വീതിയിൽ പരത്തിയെടുക്കണം. അതിനുശേഷം സെൻറ്ററിലേക്ക് 4 ഭാഗത്തുനിന്നും മടക്കിയെടുക്കുക. അതിനുശേഷം ഒന്നും കൂടി പരത്തിയതിന് ശേഷം ഒന്നും കൂടി മടക്കിയെടുക്കുക. ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ബോൾസും ഇതേപോലെ ചെയ്തെടുക്കുക. എല്ലാ ബോൾസും അതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. മുട്ട നമ്മൾ നേരത്തെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് വയ്ക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഓരോ ടീസ്പൂൺ ഓരോ പീസിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഓരോ എഗ്ഗിൻ്റെ പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുക. എഗ്ഗിൻ്റെ പീസ് മറച്ചിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എഗ്ഗിൻ്റെ പീസും കംപ്ലീറ്റ് ആയിട്ട് എല്ലാത്തിലും വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതേപോലെ നമ്മൾ 4 കോർണറിൽ നിന്നും സെൻറ്ററിലേക്ക് മടക്കി വയ്ക്കുക. നമ്മൾ പപ്സിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് അറിയാമല്ലോ, അതേപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാതും ഇതേപോലെ മടക്കി വയ്ക്കുക. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൂടിയോ ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഈ പപ്സിൻ്റെ പീസൊക്കെ വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലായിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ എല്ലാ പീസിലും ഇതേപോലെ ബ്രഷ് ചെയ്ത് നമ്മളിത് കുക്ക് ചെയ്യാൻ പോണത് ഓവനിലോ കുക്കറിലോ അല്ല. ഇതേപോലത്തെ ഒരു ബിരിയാണി പോട്ട് എടുക്കുക. അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. നമ്മളെ പാത്രം ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മളുടെ പപ്സ് വെച്ചിട്ടുള്ള പാത്രം അതിൻ്റെ മുകളിൽ ഇറക്കി വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കത് ക്ലോസ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളുടെ മൂടിയുടെ മുകളിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കണം. അപ്പോൾ എയർ പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 50 മിനിറ്റ് നമ്മൾ ഇതേപോലെ തന്നെ വെക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ തുറന്നു നോക്കാനൊന്നും പാടില്ല. 50 മിനിറ്റ് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ കുക്കാവേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. വളരെ സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. നല്ല ചൂടുള്ള സംഭവമായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള എഗ് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്നാക്കാണ്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെ ലെയേഴ്സായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. മേക്കിംഗ് ടൈമൊക്കെ വളരെ കുറച്ചേ വേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിഷ് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യണം. അതുപോലെ തന്നെ സേഫ് ആയിട്ടിരിക്കാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.